ഇന്ന് ഞാനൊരു മിക്സ്ഡ് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് അമൃതപ്പൊടി, 1/2 കപ്പ് ഓട്സ് പൊടിച്ച പൊടി, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് റാഗിപ്പൊടി. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 5 കൂട്ടുണ്ട്. 5 കൂട്ടം പൊടികൾ ഉപയോഗിച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സായി കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ നനയ്ക്കുക. പിന്നെ അമൃതപ്പൊടി ഇടുമ്പോൾ നേരിട്ട് ഇടാണ്ട് അതൊന്ന് ചൂടാറിയിട്ട് ഇടുക. അതുപോലെ ഓട്സ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് അങ്ങനെ 5 കൂട്ടം പൊടികൾ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് നന്നായി ഇങ്ങോട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ട് പുട്ടിന് കുഴച്ച പൊടി ആയോ എന്ന് അറിയണമെങ്കിൽ കുറച്ച് എടുത്തിട്ട് പിച്ചമ്പൊടി പോലെ ചെയ്യുക. പിടിച്ചു നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ നനവ് ശരിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ പിന്നെ നാളികേരം ആവശ്യത്തിന് ചിരകിയെടുക്കുക. ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിലാണ് പുട്ടുണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഡയറ്റ് നോക്കണവരൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തരം പുട്ടുപൊടിയാണല്ലോ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് പോണത്. അപ്പോൾ ഇത് ഡയറ്റിനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, കാരണം ഒരു ചെറിയൊരു മധുരമുണ്ട്. ഞാനിത് കഴിച്ചത് ഈ പുട്ടിൻ്റെ ഒപ്പം കഴിച്ചത് പഴമാണ് കേട്ടോ. ഇപ്പോൾ പഴം വേണം, കറികൾ വേണമെന്നൊന്നുമില്ല, തന്നെ നമുക്ക് കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നൊരു പ്രാവശ്യം ചെയ്ത് നോക്കാം. പുട്ടുപൊടികൾ മിക്സാക്കിയിട്ട് ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്.